കൊല്ലം സുധിയുടെ ഭാര്യ എന്ന ലേബലിൽ നിന്നും മാറി രേണു ആയി മാറിയിരിക്കുകയാണ് നമ്മുടെ രേണു സുധി. റീൽസ് വീഡിയോകൾ ചെയ്തും ചാനൽ വഴിയും അതുകൂടാതെ ഷോർട്ട് ഫിലിം വഴിയും രേണുവിൻ്റെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും രേണു സുധിയെ അച്ചടക്കം പഠിപ്പിച്ചുകൊണ്ടുള്ള കമന്റുകളാണ്. ഇവർ റീൽസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊന്നും റീൽസ് ചെയ്യേണ്ട ആളല്ല, ഇവർ ഒരു മരണപ്പെട്ട ഒരു ഭർത്താവിൻ്റെ ഭാര്യയാണ്, നമ്മുടെ കൊല്ലം സുധിയുടെ വില കളയാൻ വേണ്ടിയാണ് ഇവർ ഇപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യുന്നത് എന്നുമുള്ള കമന്റുകളാണ് ഒരു കൂട്ടർ പറയുന്നത്. അതുപോലെ തന്നെ രേണു സുധി ഒരുപാട് റീൽസും വീഡിയോകളും ചെയ്യുന്നുമുണ്ട്. ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ ഇവർക്ക് വരുന്നുമുണ്ട്. 1-2 പേര് മാത്രം ഇപ്പോൾ പോസിറ്റീവ് കമന്റിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും രേണുവിന് ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ട ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനിടയിലാണ് ഇതാ നമ്മുടെ രേണു സുധി ട്രെയിനിൽ നിന്ന് വീണു എന്ന വാർത്ത പുറത്തു വരുന്നത്. പ്ലാറ്റ്ഫോമിലേക്ക് ലഗേജുമായി ചാടി ഇറങ്ങുന്നതിനിടയിലാണ് രേണു സുധി വീഴുന്നത്. ട്രെയിനിന്റെ AC കമ്പാർട്ട്മെന്റിലായിരുന്നു രേണുവും ഷൂട്ടിംഗ് സംഘവും സഞ്ചരിച്ചിരുന്നത്. ഡോർ തുറക്കാനുള്ള ശ്രമത്തിലാണ് ട്രെയിൻ നീങ്ങാൻ ആരംഭിച്ചതും പെട്ടെന്നിറങ്ങാനുള്ള ശ്രമത്തിനിടയിൽ കാൽ തെറ്റി പ്ലാറ്റ്ഫോമിലേക്ക് തലയിടിച്ച് വീഴുകയും ചെയ്തിരുന്നത്. ആ സമയത്താണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത്, അടിയേൽക്കുകയും ചെയ്യുന്നത്. ഭാഗ്യത്തിനാണ് പാളത്തിലേക്ക് വീഴാതിരുന്നതെന്നും വലിയൊരു അപകടമാണ് തന്നിൽ നിന്ന് ഒഴിവായത് എന്നുമാണ് രേണു സുധി പറയുന്നത്. പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് കൊണ്ടാവാം CT സ്കാൻ ഉൾപ്പെടെ എടുക്കുകയാണ് ചെയ്തത്. ഈ സംഭവം സോഷ്യൽ മീഡിയയിൽ രേണു പങ്കുവച്ചതോടുകൂടി രേണുവിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ആരാധകരുടെ ഭാഗത്തു നിന്നും എത്തുന്നത്. ഒരാൾ അയാൾക്ക് സംഭവിച്ച അപകടത്തെക്കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് ഇങ്ങനെ വിമർശിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടും ഒരു കൂട്ടർ എത്തുന്നുമുണ്ട്. വെറുപ്പിന്റെ അവസാനം ഇഷ്ടമായി തുടങ്ങി എന്നുള്ള കമന്റുകളാണ് കമന്റ് ബോക്സ് നിറയെ. ഇപ്പോഴിടുന്ന മിക്ക വീഡിയോസിനും രേണു സുധി ഒരുപാട് മാറ്റം വരുത്തിയതായിട്ടും ആദ്യമൊക്കെ രേണുവിൻ്റെ മുഖം ഒരുമാതിരിയാണെന്നും ആ ഒരു മുഖം വെച്ചിട്ട് എങ്ങനെ റീൽസ് ചെയ്യാൻ തോന്നുന്നു എന്നുമുള്ള കമൻറ്റുകളാണ് ഒരുപാട് വന്നിരുന്നത്. എന്നാൽ ഇന്ന് രേണുവിനെ ഒരുപാട് പേർ അക്സെപ്റ്റ് ചെയ്യാനും തുടങ്ങി. ഇതുപോലെ മുന്നോട്ട് പോകൂ മോളൂ എന്ന് പറഞ്ഞുള്ള മെസ്സേജസ് ഒരുപാട് വരുന്നുണ്ട്. ഒരുപാട് വാർദ്ധക്യത്തിലേർപ്പെട്ടവർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും അതുപോലെ ഇടത്തരക്കാർക്കും ഒക്കെ ഇപ്പോൾ രേണുവിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനിടയിലാണ് ഇങ്ങനൊരു ആപത്ത് വന്ന് കയറുന്നതും ഒരുപാട് വിമർശനത്തിനുള്ള കമൻറ്റ് ബോക്സ് നിറയുകയും അതുപോലെ തന്നെ ഒരുപാട് നല്ല കമൻറ്റ് ബോക്സും രേണുവിന് വരികയും ചെയ്യുന്നുമുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സൈനിങ് ഓഫ്.